بسم الله الرحمن الرحيم. الرحمن الرحيم. الحمد لله الواحد القهار الكريم المعبود له الكتاب وإليه الإياب وعليه الحساب، وأشهد أن محمدا عبده ورسوله وأشرف مولود. اللهم صل وسلم وبارك على نبيك ورسولك محمد صلى الله عليه وسلم كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. പേജ് നമ്പർ 521, ആയത്ത് നമ്പർ 27 വരെ എടുത്തു. അവർ കാര്യം ചെയ്യാം. ആ 24 മുതൽ അൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹിം അൽ മുക്രമി, അത് മുതൽ 51-ാമത്തെ ആയത്ത് വരെ അടുത്ത പേജ് ഫുള്ളായിട്ട് ഓതാം അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون فراغ إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم فأقبلت امرأته في سرة فسكت وجهها وقالت عجوز عقيم. പേജ് 521, ആയത്ത് 29 ഏറ്റവും അവസാനത്തായിട്ട് ആ പേജിൽ. قالوا كذلك قال ربك إنه هو الحكيم العليم. قال فما خطبكم أيها المرسلون؟ قالوا إنا أرسلنا إلى قوم مجرمين لنرسل عليهم حجارة من طين مسومة عند ربك للمسرفين فأخرجنا من كان فيها من المؤمنين فما وجدنا فيها غير بيت من المسلمين وتركنا فيها آية للذين يخافون العذاب الأليم. وفي موسى إذ أرسلناه إلى فرعون بسلطان مبين فتولى بركنه وقال ساحر أو مجنون فأخذناه وجنوده فنبذناهم في اليم وهو مليم. وفي عاد إذ أرسلنا عليهم الريح العقيم ما تذر من شيء أتت عليه إلا جعلته كالرميم. وفي ثمود إذ قيل لهم تمتعوا حتى حين فعتوا عن أمر ربهم فأخذتهم الصاعقة وهم ينظرون فما استطاعوا من قيام وما كانوا منتصرين. وقوم نوح من قبل إنهم كانوا قوما فاسقين. والسماء بنيناها بأيد وإنا لموسعون. والأرض فرشناها فنعم الماهدون.
ومن كل شيء خلقنا زوجين لعلكم تذكرون ففروا إلى الله إني لكم منه نذير مبين ولا تجعلوا مع الله إلها آخر إني لكم منه نذير مبين. ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും. അംബിയായിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരിൽ ഒരാളാണ് അബുൽ അംബിയാ എന്നുവരെ അദ്ദേഹത്തിന് വിശേഷണങ്ങളുണ്ട്. ഖലീലുർ റഹ്മാൻ എന്ന് വിശേഷണം. വകദാലിക നുരി ഇബ്രാഹീമ മലക്കൂത്ത സമാവാതി വല്ലർള് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആകാശഭൂമികളുടെ നിയന്ത്രണത്തിന്റെ രാജാധിപത്യത്തിന്റെ രഹസ്യം എന്ത് എന്ന് നാം ഇബ്രാഹീമിന് ഒരിക്കൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഖുർആന്റെ വചനങ്ങളാണ്. വകദാലിക നുരി ഇബ്രാഹീമ മലക്കൂത്ത സമാവാതി വല്ലർള്, എങ്ങനെയാണ് ഈ പ്രപഞ്ചം നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് ഇബ്രാഹീമിന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്റെ മുമ്പിലാണ് മലക്കുകൾ വരുന്നത്. എന്നിട്ടും വന്നത് ആരാണെന്ന് അറിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അവിടെ ഉണ്ട് എന്താണ് തൗഹീദ്, എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമും മറ്റു മതവിശ്വാസങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് ആ ഒറ്റ പ്രയോഗത്തിലുണ്ട് അല്ലേ? നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള അൽ ഫർഖു ബൈനനാ ബൈനഹും, നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം തൗഹീദ് ആണ്. അതതിൻ്റെ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് നമ്മളിൽ ഒരു മുത്തഖിയായ മുഅ്മിൻ ജനിക്കുന്നത്. എവിടെയെങ്കിലും ഈ തൗഹീദിൽ ഒരു നേരിയ വ്യത്യാസം വന്നാൽ നമ്മുടെ പേരുകൾ ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്നതൊഴിച്ചാൽ നമ്മളും ഈ ദീനുമായിട്ടുള്ള ബന്ധം അതോടുകൂടി അറ്റുപോകും. ഈ തൗഹീദിന് വ്യത്യാസം വരാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ഗൈബ് എന്ന സംഗതി. അദൃശ്യം എന്നതിന് പറയാം. അത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അറിയുന്നത് എന്ന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രം അറിയുന്നത് എന്ന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരു തരത്തിലും കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന ഏതൊരു ഉപകരണങ്ങൾക്കും കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ. പൊതുവിൽ നമുക്ക് എന്ത് പറയാം? ഗൈബ് എന്നാൽ ഇതാണ് എന്ന് പറയാം. അതിലൊന്നാണ് ഖുർആൻ പറഞ്ഞത്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ, അടുത്ത നിമിഷം സംഭവിക്കാനിരിക്കുന്നത് എന്ത് എന്ന് വമാ തദ്രി നഫ്സുൻ, ഒരാൾക്കും അറിയില്ല എന്ന് പറഞ്ഞതിൽ ആരൊക്കെ പെട്ടു? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എല്ലാവരും പെട്ടു. മലായിക്കത്ത് പെട്ടതിന്റെ തെളിവ് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി പറയണ്ടല്ലോ, അത് അമ്പിയാവ് പെട്ടതിന്റെ തെളിവാണ് ഇപ്പൊ ഈ പറയുന്നത്. ഔലിയാക്കളുടെ കാര്യമാണ് അസ്ഹാബുൽ കൗഫിനെ നമ്മൾ പഠിപ്പിച്ചത്. മറിയം റളിയല്ലാഹു തആല അൻഹയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവരെക്കാൾ വലിയൊരു ഔലിയാക്കൾ ഇനി ഖുർആൻ പറഞ്ഞതിനേക്കാൾ വലിയൊരു ഔലിയാക്കൾ വേറെ ഉണ്ടാവില്ലല്ലോ. ജിന്നിന്റെ കാര്യം നമ്മൾ പഠിപ്പിച്ചു, ഖുർആൻ തന്നെ പറഞ്ഞത്. അപ്പൊ ഈ 4 സൃഷ്ടികൾക്കും ഇതില്ല എന്ന് അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു. എന്നിട്ടും നാട്ടിൽ ആരെങ്കിലും നാളെ നടക്കാനിരിക്കുന്നത് എന്തെന്ന് എനിക്കറിയുമെന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ ആളുകൾ അതിന്റെ പിന്നാലെയാണ്.
അല്ലേ? അവിടെ സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് സമുദായത്തിന്റെ അന്തസ്സോ അഭിമാനമോ പണമോ അല്ല, സമുദായത്തിന്റെ പരലോകമാണ് നഷ്ടപ്പെടുന്നത്. ഈമാനാണ് നഷ്ടപ്പെടുന്നത്, തൗഹീദാണ് നഷ്ടപ്പെടുന്നത്. എന്റെ മനസ്സിൽ എന്തുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ല എന്നാണല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ട് എന്ന് എനിക്കും അറിയില്ല. അതിന്റെ അവസാന വാക്കാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രത്യേകതകൾ നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. എന്തെല്ലാം പ്രത്യേകതകളാണ്. അന സയ്യിദു വലതി ആദം, ഞാനാണ് മനുഷ്യരുടെ നേതാവ്. സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ, നബിമാർക്ക് എല്ലാവർക്കും ഇമാമത്ത് നിന്ന നേതാവ്. ഇനി വേറെ വർത്താനം അവിടെ ഇല്ല. അഖില പ്രവാചകന്മാർക്കും ഇമാമായി നിന്ന് നമസ്കരിച്ച മഹാനേതാവ്. അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫ്ഫഇൻ, അള്ളാഹുവിന്റെ അരികിൽ ശുപാർശ പറയാൻ അള്ളാഹു അനുവദിക്കുന്ന ആദ്യത്തെ ആള് എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് 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 അഷറഫുൽ ഖൽഖ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഈ നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയങ്ങള്? വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂഅ എന്നാ പറഞ്ഞത്. വലൗ കുന്തു അഅലമുൽ ഗൈബ, വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എനിക്കറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈറ, എല്ലാ നന്മകളും ഞാൻ പരമാവധി സ്വന്തമാക്കുമായിരുന്നു. പിന്നെ പറഞ്ഞതെന്നറിയോ? വമാ മസ്സനിയ സൂഅ, ഒരു ആപത്തും ഒരു തിരിച്ചടിയും ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ല. എവിടെ പറഞ്ഞാൽ നിങ്ങള് സൂറത്ത് അറാഫിന്റെ 188 ആയത്ത്, 8 പേജ് 175. നിങ്ങളത് എടുത്തോക്കാണി. 175 പേജ് നിർത്തുവാണ്. ഖുൽ ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ളർറൻ ഇല്ലാ മാ ശാ അല്ലാഹ്. നബി തങ്ങളെ പ്രഖ്യാപിച്ചേക്കുക, ലാ അംലികു ലിനഫ്സി, എന്റെ കാര്യത്തിൽ തന്നെ എനിക്കൊരു അധികാരവുമില്ല, നഫഅൻ, ഉപകാരം ലഭിക്കാനോ, വലാ ളർറൻ, എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാനോ. എന്ന് പറഞ്ഞാല് എനിക്കെന്തെങ്കിലും ഗുണം വരുത്താനോ എനിക്കെന്തെങ്കിലും വരുന്ന ബുദ്ധിമുട്ടുകൾ ഉപദ്രവങ്ങൾ തടയാനോ എനിക്ക് കഴിവില്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു വല്ലതും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലാതെ. ഞാൻ പറഞ്ഞ നമ്പർ മാറിയിട്ടൊന്നും ഇല്ലല്ലോ. 175 പേജ് സൂറത്ത് അറാഫിന്റെ 188 188 ആയത്ത്. എന്നിട്ട് അള്ളാന്റെ റസൂലിനെ കൊണ്ട് അള്ള പറയിപ്പിക്കുകയാണ്, വലോ കുന്തു, ഞാനെങ്ങാനും ആയിരുന്നുവെങ്കിൽ, അലമു, അറിയുന്ന ആളായിരുന്നുവെങ്കിൽ, അൽ ഗൈബ, ഗൈബ്, അദൃശ്യം, വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് എനിക്ക് എങ്ങാനും അറിയാമായിരുന്നുവെങ്കിൽ, ലസ്തക്സർതു, തീർച്ചയായും ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു, അൽ ഖൈറ, എല്ലാ നന്മകളും. വമാ മസ്സനിയ, എനിക്ക് ബാധിക്കുകയുമില്ലായിരുന്നു, സൂഅ, ഒരു തിരിച്ചടിയും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒരു തിന്മയും. ഇനി റസൂലുള്ളാഹിന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കാണ്. പ്രവാചകത്വത്തിന് ശേഷം ഞാൻ വെറുതെ ഒരു സംഗതി പറഞ്ഞുതരാം. ശഅബ് അബീ താലിബിൽ 3 കൊല്ലാണ് പട്ടിണിയാണ്. ശഅബ് അബീ താലിബിൽ 3 കൊല്ലാണ് പട്ടിണിയാണ്. അടക്കട്ടെ, തായിഫിലേക്ക് ഹിജറ പോകുന്നത് എന്ത് പ്രതീക്ഷ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് ഹിജറ പോകുന്നത് തന്റെ അമ്മാവന്റെ കുടുംബക്കാർ അവിടെയുണ്ട്, ഈ മക്കക്കാരുടെ കൊടിയ ശല്യത്തിൽ നിന്ന് കുറച്ചൊരു സഹായം അവരെ കൊണ്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. സംഭവിച്ചത് എന്താ? എല്ലാവർക്കും അറിയാലോ, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഈ ആയത്തൊന്നുകൂടി ഓതി നോക്കാണി. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി, ബാക്കി എന്താ? വമാ മസ്സനിയ സൂഅ.
ഇപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താ? അതൊക്കെ നബി ഒരു തമാശക്ക് പോയത്, അവിടുന്ന് തിരിച്ചടി കിട്ടുന്നു, ഏറെ കിട്ടുന്നു, ഓടേണ്ടി വരുന്നൊക്കെ നബിക്ക് അറിയാമായിരുന്നു എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അതോ പോയി പെട്ടു, വരാനിരിക്കുന്നതിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നില്ല, ശുഭപ്രതീക്ഷ വെച്ച് പോയതാണെന്ന് വിശ്വസിക്കേണ്ടത്? നമ്മുടെ സമുദായത്തിന്റെ വിശ്വാസം അനുസരിച്ച് ആദ്യത്തേതാണ് വിശ്വസിക്കേണ്ടത്, അല്ലേ? കാരണം തിരുമ്പും കുളിക്കുകയും ചെയ്യാത്ത ചങ്ങായിമാർക്ക് ഇവിടെ വരാൻ പോണതൊക്കെ അറിയുന്നുണ്ട്. അവിടേക്ക് ഈ സമുദായം പോയി കയ്യും കാലും നീട്ടി വെച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ പൈസ ഈമാനും കൊടുത്തു വിടുന്നുണ്ട്. ഇനി അവിടെ നിന്ന് ആലോചിച്ച കാണുക, തായിഫ് കഴിഞ്ഞ് അബ്ദു യാലയിലും കൂട്ടുകാരും മസൂദ് യാലയിലും, ഇവരാണ് ഈ അമ്മാവന്റെ മക്കളെ, അബ്ദു യാലയിലും മസൂദ് യാലയിലും പ്രതീക്ഷിച്ചിട്ടാണ് ഈ പോണത്. അവരാണ് കല്ലെറിയാൻ ആളെ ഏൽപ്പിച്ചു വിട്ടത്. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കണ്ടിരുന്നുവോ? അബൂ ത്വാലിബിന്റെ മരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കണ്ടിരുന്നുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. മദീന ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഏതെങ്കിലും ഒന്ന് മുൻകൂട്ടി കണ്ടിരുന്നുവെങ്കിൽ അതിലേക്ക് തന്റെ അനുയായികളുടെ തല വെച്ച് കൊടുക്കുമായിരുന്നു? ഇല്ലല്ലോ. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും അതിനേക്കാൾ ഉയർന്ന അള്ളാഹുവിന്റെ മുഹിബ്ബായ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാത്ത കാര്യങ്ങൾ നമ്മളുടെ ഈമാനിനോട് ചേർത്ത് വെക്കാനും അത് മനസ്സിലാക്കി ഈമാൻ ശരിപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതല്ലേ? ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ 1,00,000-ലധികം പ്രവാചകന്മാർ വന്നപ്പോഴും തൗഹീദ് മാത്രം പ്രധാനമായും പറയാനുള്ള കാരണം. വേറൊന്നുമല്ല, പ്രധാനമായും തൗഹീദ് മാത്രം പറയുക. എന്തായിരിക്കും അവരെ അതിന് പ്രേരിപ്പിച്ചത്? തൗഹീദ് ക്ലിയർ ആണെങ്കിൽ അതോടനുബന്ധിച്ചൊരു പരലോക ബോധം വരാനുണ്ട്, അല്ലേ? സ്വാഭാവികമായും എല്ലാ തിന്മകളിൽ നിന്നും നമ്മളെ അകറ്റി നിർത്താൻ ഈ രണ്ട് വിശ്വാസങ്ങൾക്ക് കഴിയൂലേ? കഴിയും. അങ്ങനെയാണല്ലോ സഹാബത്തിന് സാധിച്ചത്. എന്നാൽ ഇവിടെ പിഴവ് പറ്റിയാൽ എല്ലാ തരം വീഴ്ചകളും അബദ്ധങ്ങളും അസംസ്കാരതയും അധാർമികതയും അസാംസ്കാരികതയും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. തടഞ്ഞാ കിട്ടൂല. തൗഹീദാണ് ഇതിന്റെ തടയണ. ഏതിന്റെ? എല്ലാ ദുസ്വഭാവങ്ങളുടെയും തടയണ തൗഹീദാണ്. എല്ലാ നന്മകളുടെയും അടിത്തറയും തൗഹീദാണ്. അത് തകർന്നാൽ പിന്നീട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഈ സമുദായത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, തൗഹീദ് ക്ലിയർ ആണ് എങ്കിൽ മനുഷ്യരുടെ വിശ്വാസികളുടെ ജീവിതത്തിൽ വരുന്ന നിസ്സാരങ്ങളായ വീഴ്ചകൾ, മഹാപാപങ്ങളല്ലാത്തതെല്ലാം അള്ളാഹു നമുക്ക് മാപ്പ് നൽകും എന്ന് ഖുർആൻ തന്നെ തെളിവായി പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറു അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ. മഹാപാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്നാൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഞാൻ മാപ്പാക്കി തരാം. വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ. ആദരണീയമായ ഒരു മാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് നിങ്ങൾ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യാം. അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന വിശ്വാസമാണ് ഗൈബിന്റെ മാറ്റം കൊണ്ടുണ്ടാവുക. ഇനി ഇവിടെ പഴിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയങ്ങള്? ഇവിടെ പഴിച്ചാൽ വലക്കത് ഓഷിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഇവിടെ പഴിച്ചാൽ അത് നബിയെ താങ്കളിലാണ് ആ പിഴവുണ്ടാകുന്നത് എങ്കിലും സുബ്ഹാനല്ലാഹ്, ലഇൻ അശ്റക്ത താങ്കളിലാണ് ആ വീഴ്ചയുണ്ടാകുന്നത് എങ്കിലും ലയഹ്ബതന്ന അമലു, സകല സൽക്കർമ്മങ്ങളും അതോടുകൂടി പാഴിലായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കളാണെങ്കിൽ പോലും പരാജയപ്പെട്ട് നരകവാസിയാകേണ്ടിയും വരും. കാരണം അടുത്ത ആയത്ത് വായിച്ചാൽ കിട്ടും. സൂറത്തുൽ നിസായിൽ രണ്ടിടത്ത് ആവർത്തിച്ചു വന്ന 48, 115 ആയത്തുകൾ
ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി, ശിർക്ക് അല്ലാഹു പൊറുക്കുകയേയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തതെല്ലാം അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം മാപ്പാക്കി നൽകും. ഇവിടെയാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തും മറ്റുള്ളവരും തമ്മിൽ വ്യത്യസ്തരാവേണ്ടത് നിസ്കാര ടൈം കൊണ്ടോ വെള്ളത്തുണിയും വെള്ളക്കുപ്പായം കൊണ്ടോ പർദ്ദമഫ്ത കൊണ്ടോ മാത്രമല്ല. മുസൽമാന്റെ മാറ്റം ഉണ്ടാവേണ്ടത് മുസൽമാന്റെ മനസ്സിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറഞ്ഞത് ഇന്നമൽ മുശ്രികൂന നജസ്. ബഹുദൈവ വിശ്വാസികൾ നജസാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ബഹുദൈവ വിശ്വാസം നജസാകുന്നു എന്നാണ്. ബഹുദൈവ വിശ്വാസികളെ തൊട്ടാ ഒന്ന് മുറിയോ എന്നല്ല അവിടെ ചർച്ച. അങ്ങനെ ചർച്ച അവിടെ ഇല്ല. ആ ചർച്ചയല്ല അവിടെ ഉള്ളത് എന്ന് തൗഹീദ് മുഫസ്സിറുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ചർച്ച ആ വിശ്വാസം നജസാകുന്നു, ആ വിശ്വാസം മലിനമാകുന്നു. ഈ മലിനമായ വിശ്വാസം സത്യത്തിൽ ബഹുദൈവ വിശ്വാസം എന്താ? റബ്ബുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. സൂറത്ത് അൽ മറിയം സൂറത്ത് മറിയം പറയാ എന്താണ്? റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, മനുഷ്യരെ ആകാശഭൂമികളും അതിനിടയിലുള്ളവയും ഒക്കെയും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹു അവൻ അവനുടെ രക്ഷിതാവ്. ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, ഇസ്തിബാർ നടത്തണം. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന്റെ നാമഗുണങ്ങളോ സ്വഭാവ ഗുണങ്ങളോ അള്ളാഹുവിനോട് തുല്യമായിട്ട് മറ്റാർക്കെങ്കിലും ഉള്ളതായി നിങ്ങൾക്കറിയുമോ? എന്താ ആയത്തിന്റെ പ്രത്യേകത അറിയങ്ങൾ? റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ എന്നത് തൗഹീദുർ റുബൂബിയ്യ. എന്നാണ് പറഞ്ഞ രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വം. ഇതെല്ലാം അള്ളാഹുവിന്റെ പടപ്പുകളാണ്, ഇതെല്ലാം അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, ഇതിന്റെ എല്ലാം നിയന്താവ് അള്ളാഹു ആകുന്നു. ഇവിടെ അവൻ ഉദ്ദേശിച്ചത് മാത്രമേ നടന്നിട്ടുള്ളൂ, നടക്കുകയുള്ളൂ. അതല്ലേ തൗഹീദുർ റുബൂബിയ്യ. ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി, ആകയാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവരാവുക. അതെന്താണ്? തൗഹീദുൽ ഇബാദ അല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ്യ, രണ്ടാമത്തെ തൗഹീദിന്റെ വശം. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളോ കഴിവുകളോ ഉള്ള, അള്ളാഹുവിന് തുല്യമായി ഇതെല്ലാമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? തൗഹീദുൻ ഫിൽ അസ്മാഇ വസിഫാത്ത്. ഇവിടെ പിഴച്ചിട്ടില്ല ഈ സമുദായത്തിന്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ മൂന്നെണ്ണവും ഒന്നിച്ചു വരുന്നതിൽ സമുദായത്തിന് പിഴവ് സംഭവിച്ചിട്ടില്ലേ? നിങ്ങൾ ആലോചിച്ചു. എവിടെ പിഴവ് സംഭവിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. സൂറത്ത് ഗാഫിർ 40-ാം അധ്യായത്തിന്റെ 60-ാമത്തെ ആയത്ത്. റബ്ബിദാ പറയുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അസ്തജിബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഞാനാണത് നൽകുകയും ചെയ്യും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ഇബാദത്തിൽ മറ്റുള്ളവരെ പങ്കുചേർത്താൽ, അതിൽ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി നരകത്തിൽ പോകേണ്ടി വരും. ഇവിടെ എവിടെ മൗലവി ആരാധനയുടെ കഥ പറയണമെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയുടെ അവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ ആയത്ത് അശറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയപ്പോഴാണെന്നറിയോ? നബി പറയാണ്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാകുന്നു ആരാധന. മനുഷ്യരെ ഇഖ്റഊ ഇൻ ശിഅ്തും, തെളിവ് വേണമെങ്കിൽ നിങ്ങൾ ഓതി നോക്കിയും. ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇപ്പൊ നബി എന്തിന്റെ തെളിവായിട്ടാണ് ഈ ആയത്ത് ഓതുന്നത്? പ്രാർത്ഥന ആരാധനയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ പോകുന്ന ഒരു വാഹനത്തിൽ എന്റെ വണ്ടിയിൽ നമ്മൾ 5 ആളുണ്ട്, വണ്ടിയുടെ ബ്രേക്ക് പോകുന്നു, ഞാൻ അള്ളാഹുവെ കാക്കണേ എന്ന് പറയുന്നു. നിങ്ങളിൽ ഒരാൾ ബദരീകളെ കാക്കണേ എന്ന് പറയുന്നു, അവരിൽ കന്യാമറിയമ്മ അല്ലെ യേശു ക്രിസ്തുവെ കാക്കണേ എന്ന് പറയുന്നു, അടുത്തയാള് ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറയുന്നു. നിങ്ങളിപ്പോ പറയുന്നത് നമ്മൾ 2 ആള് പറഞ്ഞത് തൗഹീദ്, 2 ആള് പറഞ്ഞത് ശിർക്ക് എന്നാണ്. ആരെ 2 ആള്? ഞാൻ പറഞ്ഞത് അള്ളാഹുവെ കാക്കണേ എന്ന് പറഞ്ഞതും ബദരീകളെ കാക്കണേ എന്ന് പറഞ്ഞതും തൗഹീദ്, കന്യാമറിയമ്മയെ കാക്കണേ എന്ന് പറഞ്ഞതും ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറഞ്ഞതും ശിർക്ക്. അപ്പത്തെ വാദം ആണോ അല്ലേ? അപ്പൊ ഇവിടെ അള്ളാന്റെ കൂടെ കൂട്ടിയത് ആരെയാണ്? ആണോ അല്ലേ? പെട്ടെന്ന് മനസ്സിലാവാനാ. ഇവിടെ അള്ളാഹുവോട് ചേർത്ത് വെച്ചത് ആരെയാണ്? അവരുടെ മതമാണോ പരിഗണന? അല്ല. ബദരീങ്ങൾ തൗഹീദിനകത്ത് വന്നതും മറ്റൊരു 2 ആളും തൗഹീദിന് പുറത്തു പോയതും ബദരീങ്ങൾ മുവഹീദീങ്ങളാണ് എന്നും മറ്റുള്ളവരല്ല എന്നുമാണോ? എന്നാ ഞാൻ പറയും അത് ശരിയില്ല. ഒന്ന് ഈസാ നബിയാണ്, അല്ലെങ്കിൽ മറിയം റളിയല്ലാഹു തആല അൻഹയാണ്, അല്ലേ? 2 ആളും ഒന്ന് നബിയാണ്, ഒന്ന് വലിയത്താണ്. അപ്പൊ ഇവിടെ ഒന്ന് മാത്രം തൗഹീദ്, ബാക്കിയുള്ളതെല്ലാം ശിർക്ക്. അവിടെയാണ് ഹൽ തഅലമു ലഹു സമീയ എന്ന മഹത്തായ ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുന്നത്. അള്ളാഹുവിന് നാമഗുണമൊത്ത, അള്ളാഹുവോട് തുല്യരായ ആരെങ്കിലും നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉറച്ചു പറയും ഖുൽ ഹുവല്ലാഹു അഹദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ഉറച്ചു പറയുന്നവൻ ആരായിരിക്കും? തൗഹീദ് ഉള്ളവനായിരിക്കും, അല്ലേ? ഇല്ല മനുഷ്യരെ, അള്ളാഹുവിന് തുല്യരായി യാതൊന്നുമില്ല. അപ്പൊ പിന്നെ അള്ളാഹിനെ വിളിച്ചോടത്ത് നിങ്ങൾ ബദരീങ്ങളെ വിളിച്ചതോ എന്ന് ചോദിച്ചാൽ കാര്യം പ്രത്യേകം മനസ്സിലാവും, അല്ലേ? ഞാൻ വെറുതെ തമാശ പറഞ്ഞുതരാം. നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണതിനിടയിൽ ഒരു 2-3 വയസ്സുള്ള ഒരാള് നിസ്കാരപ്പായിന് ബലം കുറിച്ചിട്ടാണ്ട് ഓടിയിട്ട് നിസ്കാരപ്പായുമ്പോ കാല് തട്ടിയിട്ട് ടപ്പേന്ന് വീണാൽ എന്താ വിളിക്കാനുള്ളത്? അമ്പർത്ത് തങ്ങളേതാണ്. ആണോ അല്ലേ? ആണോ അല്ലേ? ഇവിടെ ചൊല്ലിക്കൊണ്ടിരുന്ന എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ ചൊല്ലുമ്പോഴായി വർത്താനം. അതിന്റെ അടിയിലാ അമ്പർത്ത് തങ്ങൾ കടന്നു വന്നത്, അല്ലേ? ഞാൻ ഉള്ളു തട്ടിയാ പറയുന്നുണ്ടോ, കാര്യം തമാശയാണെങ്കിൽ അതിവിടെ നടക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതിനെ തൗഹീദായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നിട്ട് പിന്നെ 4 അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ തീരും നിങ്ങൾ വിചാരിച്ചോളൂ? തീരൂല. കാരണം അള്ളാഹ് പറഞ്ഞത് അതോടുകൂടി പോയി പിടുത്തം വിട്ടൂല. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് തൗഹീദിലേക്ക് തിരിച്ചു വരണം. എത്ര ഈസി ആയിട്ട് അതിനൊക്കെ കാണണം നോക്കണേ സമുദായം. ഇന്നലെ മിഞ്ഞാന്നിട്ട് ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. അപ്പൊ ആ പുസ്തകത്തിലുള്ളതെന്ന് അറിയോ? പിന്നെ ആലിശേഖിന്റെ കിതാബാണ്, അൽ മിൻലാർ എന്ന് പറഞ്ഞിട്ടുള്ള കിതാബ്. ഒരാൾ സ്പോൺസർ ചെയ്താണ്, എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല, ഞങ്ങളിന്ന് വായിച്ചോളൂ പറഞ്ഞിട്ട്. അപ്പൊ വായിക്കുമ്പോൾ അതിലുള്ള ഡയലോഗ്, ഈ സമുദായത്തിന്റെ 1-ാമത്തെ തലമുറ ഇബാദത്തിന് ഉപയോഗിക്കാത്തതൊന്നും നിങ്ങൾ ഇബാദത്തിന് ഉപയോഗിക്കരുത്. ആരാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വയാണ്. ഈ സമുദായത്തിന്റെ ആദ്യത്തെ തലമുറ ഇബാദത്തിന് ഉപയോഗിക്കാത്തത് ഒന്നുകൊണ്ടും ഫലാ തതഅബ്ബദൂഹ, നിങ്ങൾ ഇബാദത്ത് എടുക്കരുത്. ഫഇന്നൽ അവ്വല, കാരണം ഇതിന്റെ ആദ്യത്തെ തലമുറ ലാ യബ്ഖ മഖാലൻ ലിൽ ആഖിർന, ഇതിന്റെ അവസാന തലമുറക്കൊരു വർത്താനം പറയാനുള്ള ഒരു സാധ്യത പോലും ബാക്കി വെച്ചിട്ടില്ല. പൂർത്തിയാക്കിയിട്ടാണ് അവരിത് പോയിക്കണത്. എവിടെയാണ് ആ വിളി? ഈ പറഞ്ഞ വിളിയൊക്കെ എവിടെയാണ്? അവിടെ ഫഇന്നൽ അവ്വല ലാ യബ്ഖി ലിൽ ആഖിരി മഖാലൻ, മിണ്ടാനുള്ള അധികാരം ബാക്കി വെച്ചിട്ടില്ല, ഗ്യാപ്പ് ബാക്കിയിട്ടിട്ടില്ല ദീനായിട്ടുള്ളത് മുഴുവനും. വലൗകാന ഖൈറൻ ലസബഖൂന ഇലൈഹി എന്ന് സൂറത്ത് അഹ്ഖാഫിൽ കാണാം. നന്മയാണെങ്കിൽ അത് മുൻകൂട്ടി അവർ ചെയ്തിട്ടുണ്ടാകും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് ഇതേ കാര്യമാണ്. ഏത്? പിന്നെ
വലം യക്കു ഈ മരിച്ചോടത്ത് ഓതുന്നതിനെ പറ്റിയിട്ട് മരിച്ചെടുത്ത് ഓതുന്നതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇവർക്ക് റഹ്മുല്ല ഇമാം ഷാഫിഈ റഹ്മുല്ലയുടെ ഒരു ഇബാറത്ത് കൊടുക്കും. ഇത് നിങ്ങൾക്ക് അമാനി മൗലവിയുടെ പരിഭാഷയിൽ 4ാം പാള്യത്തില് സൂറത്ത് നജ്മിന്റെ 37, 38, 39 ആയത്തുകളുടെ വ്യാഖ്യാനം 3150-51 പേജുകൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മനസ്സിലാവും. ഞാനിനി പറയാൻ പോകുന്ന ഇബാറത്തിന്റെ മലയാളം ഇതേ ഡയലോഗുകളിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഏത് ഈ ആയത്തിൽ നിന്നാണ്. ഏതായത്തിൽ നിന്ന്? 37, 38, 39 ആയത്തെന്താ? വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ തുമ്മ യുജ്സാഹുൽ ജസാഅൽ ലൗഫാ. 37, 38, 39 വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ തുമ്മ യുജ്സാഹുൽ ജസാഅൽ ലൗഫാ. ഈ ആയത്തുകൾ വിശദീകരിച്ചിട്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാ പറഞ്ഞതായി അമാനി മൗലവി പറയാണ്. ഇത് അമാനി മൗലവിയുടെ പരിഭാഷയിൽ വായിച്ചിട്ട് അങ്ങനെ ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഇബ്നു കസീറിന്റെ പരിഭാഷയിൽ നോക്കി. അതങ്ങനെ കാണാതെ പഠിച്ചു വെച്ചു. അപ്പൊ അത് സംഗതി എന്താ അറിയോ? പിന്നെ വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത ശാഫിഈ റഹ്മഹുല്ലാ വമൻ ഇത്തബഅഹും അന്ന ഖിറാഅത്തുൽ ഖുർആനി വഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ ലാ യസ്ലു ഇലൈഹിം ലിഅന്നഹു ലൈസ മിൻ കസ്ബിഹിം വലാ മിൻ അമലിഹിം വലം യുർശിദ് ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിനസ്വിൻ വലാ ഇമാഇൻ വലം യൻഖുൽ അൻ അഹദിൻ മിന സ്വഹാബത്തി റളിയല്ലാഹു തആല അലൈഹിം അജ്മഈൻ വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി വബാബുൽ ഖുർബാത്തി യുഖ്തസറു ബിൻ-നുസൂസ് വല യുതസറഫു ഇലൽ ആറാഇ വൽ അഖീസ. ഇവിടെ അറബി അറിയുന്നവർക്ക് അറിയുന്ന അർത്ഥം. ഇനി അതിന് അമാനി മൗലവി എന്ന് വായിച്ചോളി. ഈ ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളയും അദ്ദേഹത്തിന്റെ അനുയായികളും കണ്ടെത്തിയത് മരിച്ചിടത്ത് ഖുർആൻ പാരായണം ചെയ്ത് അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്താൽ അതവർക്ക് എത്തുകയില്ല എന്ന്. കാരണം അത് മരിച്ചവരുടെ പ്രവൃത്തിയോ അവരുടെ സമ്പാദ്യമോ അല്ല. തന്നെയുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കാലോ ഒരു സൂചനയോ കൊണ്ടുപോലും ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുമില്ല. ഒരൊറ്റ സ്വഹാബികളിൽ നിന്നും ഇങ്ങനെ ഒരു സമ്പ്രദായം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഇതെങ്ങാനും ഒരു നന്മയായിരുന്നുവെങ്കിൽ തീർച്ചയായും സ്വഹാബികൾ ഇതിൽ മുൻകടക്കുമായിരുന്നു. അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാനുള്ള കാര്യങ്ങൾക്കെല്ലാം തെളിവുകൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വേണം. വലാ യുതസറഫു മിൻ ബിൽ ആറാഇൽ ആറാഇ വൽ അഖീസ. അതിൽ ആ പണ്ഡിതാഭിപ്രായങ്ങളോ മറ്റെന്തെങ്കിലുമായിട്ട് താരതമ്യപ്പെടുത്തലുകളോ പാടില്ല എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി കണ്ടെത്തിയത് ഈ ആയത്തിൽ നിന്നാണെന്ന് ശാഫിഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതന്മാരിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നയാള് എന്ന് പറയാൻ പറ്റുന്ന ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ പേരെന്താണെന്ന് അറിയുന്നത്? അൽ ഹാഫിൽ ഇമാദുദ്ദീൻ അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ അൽ ഖുറശി അദ്ദിമസ്കി അശാഫിഈന. പേരുമ്പോ തന്നെ ഷാഫിഈ മദ്ഹബിന്റെ ആളാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇവിടെ നമ്മൾ ഉസ്താദന്മാർ പറഞ്ഞിരുന്നു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് പൂർണ്ണമായി യോജിച്ച അറബി ലഭിക്കാവുന്ന തഫ്സീറുകളിൽ 1ാം സ്ഥാനത്തുള്ളതാണ് തഫ്സീർ ഇബ്നു കസീർ എന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തിരിച്ചടികൾ ഉണ്ടെന്ന് പിന്നെ മനസ്സിലായത്. പറയുകയും ചെയ്തു. പറഞ്ഞ് നമ്മൾ വലിയ ഉസ്താദാണ് തേക്കുന. ഇത് നോക്കിയിട്ടും കണ്ടിട്ടൊന്നല്ല പറയല്. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ഇതൊരു വല്ലാത്ത വിഷയമാണ്.
തൗഹീദ് അത് നമുക്ക് നമ്മുടെ ജീവനേക്കാൾ വലുതാണ്. ചില പണ്ഡിത ഗ്രന്ഥങ്ങളിൽ കാണാം ഭക്ഷണത്തെക്കാൾ, വെള്ളത്തെക്കാൾ, വായുവിനേക്കാൾ മനുഷ്യർക്ക് നിർബന്ധമായത് തൗഹീദാണ്. കാരണം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ പട്ടിണി കിടന്നിട്ട് അവൻ മരിച്ചേക്കാം. അതോടുകൂടി അതിൻ്റെ പ്രശ്നം കഴിഞ്ഞു, ഭക്ഷണത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞു. വെള്ളം കിട്ടിയില്ലെങ്കിൽ അവൻ ദാഹിച്ചു വരണ്ടും മരിച്ചേക്കാം. അതോടുകൂടി ആ പ്രശ്നവും തീർന്നു. വായു ലഭിച്ചില്ലെങ്കിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞവൻ മരിച്ചേക്കാം. ആ പ്രശ്നം അവിടെ തീർന്നു. പക്ഷെ തൗഹീദില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ പ്രശ്നം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. തൗഹീദില്ലാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ പ്രശ്നം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പിന്നീട് അതിന് അറ്റമില്ല, അന്തമില്ല. അത് അനശ്വരമായി, അനന്തമായി ആ പ്രശ്നം നിലനിന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ലിദാലിക അർസലല്ലാഹു റുസുല വഅൻസലൽ കുതുബ എന്ന് വവളഅൽ മീസാന എന്ന് പറഞ്ഞു. വറസമൽ ഉഖൂബത വസ്സവാബ വവളഅൽ ജന്നതു വന്നാർ മിൻ അജലി തൗഹീദ്. അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്, അല്ലാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്, അല്ലാഹു ആകാശഭൂമികളെ സംവിധാനിച്ചത്, അല്ലാഹു സിറാത്ത് വെച്ചത്, അല്ലാഹു ഹിസാബ് വെച്ചത്, അല്ലാഹു മീസാൻ വെച്ചത്, അല്ലാഹു രക്ഷാശിക്ഷകൾ വെച്ചത്, അല്ലാഹു സ്വർഗ നരകങ്ങൾ സംവിധാനിച്ചത് തൗഹീദിനു വേണ്ടിയാണ്. അത് മാനദണ്ഡമാക്കാൻ വേണ്ടിയാണ്. പണ്ഡിത ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോ ഇത് നമ്മൾ ഈ പറയുന്നത് പോലുള്ള ഒരു നിസ്സാരവൽക്കരണം പറ്റുന്ന മേഖലയല്ല. ഒരു പക്ഷേ നമുക്ക് 2 നമസ്കാരം നഷ്ടപ്പെട്ടേക്കാം. നഷ്ടപ്പെട്ട നിസ്സാരവൽക്കരിക്കല്ല. നമ്മൾ സക്കാത്തിൽ കണിശത പുലർത്താത്തവരായിരിക്കാം. നമ്മൾ ഒരു പക്ഷേ നോമ്പ് വിട്ടുപോയിട്ടുണ്ടാവാം. സാധ്യതയുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ പോയിട്ടുണ്ടാവാം. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോടോ ഇണകളോടോ മക്കളോടോ സഹോദരങ്ങളോടോ പുലർത്തേണ്ടുന്ന പൂർണ്ണമായ ബാധ്യതകൾ തീർക്കാത്തവരായിരിക്കാം. അയൽപ്പക്കക്കാരോടും മറ്റു മേഖലകളിൽ നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടാവാം. ഒന്നും വരാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊന്നും ഉണ്ടാകാനും പാടില്ല. പക്ഷെ അവിടങ്ങളിലൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വീഴ്ച സംഭവിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു മാപ്പാക്കി തരും എന്നാണ് നേരത്തെ ആ പറഞ്ഞ 2 ആയത്തുകളിൽ ഉള്ളത്. വയഗ്ഫിറു മാ ദൂന ദാലിക്. അല്ലേ? പക്ഷെ ഇവിടെ വീഴ്ച വന്നാൽ നമ്മൾ 5 നേരവും സുബഹി നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിലും, നമ്മൾ നയാ പൈസയില്ലാതെ സക്കാത്തും സ്വതക്കയും നിർവഹിച്ചവരാണെങ്കിലും, എല്ലാ നോമ്പുകളും ഒന്നൊഴിയാതെ നോറ്റു തീർത്തവരാണെങ്കിലും, വർഷാവർഷം ഹജ്ജും ഉംറയും ചെയ്യുന്നവരാണെങ്കിലും, സർവ്വ പടപ്പുകളോടുമുള്ള ബാധ്യതകൾ അതിന്റെ അങ്ങേയറ്റത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ലയഹ്ബത്തന്നഅമലും അതെല്ലാം പാഴായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇനി ഈ ആയത്തിൽ നിന്ന് ഞാനാണ് പോകും. എനിക്കും നിങ്ങൾക്കറിയാം, ഇതറിയാം, നമുക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ സംസാരം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വേറെയുമുണ്ട്. അപ്പൊ അവർ കൂടി വേണ്ടിയാണ് ഈ പള്ളിയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നത് കൂടിയാണ് ഈ വിഷയം ഒന്നുകൂടി പറയാൻ കാരണം. മാത്രമല്ല 1,24,000 എന്നാണ് പണ്ഡിത വചനങ്ങൾ ഉള്ളത്. പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുന്നത് ഇതേ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ഇത് നിന്ന നിൽപ്പിൽ 10 ദിവസം പറഞ്ഞാലും ഇതധികമല്ല. തൗഹീദ് പറയാത്ത ഒരൊറ്റ ആയത്തും ഖുർആനിൽ ഇല്ല എന്നാണ് പണ്ഡിത നിലപാടുകൾ. തൗഹീദ് പറയാത്ത ഒരൊറ്റ ആയത്തും ഖുർആനിൽ ഉണ്ടാവില്ല, ഒരൊറ്റ പേജും ഖുർആനിൽ ഉണ്ടാവില്ല, ഒറ്റ സൂറത്തും ഖുർആനിൽ ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ പറയും. എന്തിനാണതെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രാധാന്യം അത്രമാത്രം ഉണ്ട്. ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ ഞാൻ വായിച്ചെത്തുന്നത് കേട്ടോ. ഖുർആനിൽ ഒരൊറ്റ പേജിൽ പോലും തൗഹീദ് ഇല്ലാത്തതില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം അതൊരു പുളുവാണെന്ന് തോന്നി. ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും തോന്നിയതുപോലെ തന്നെ അതൊരു പുളുവാണ് എന്ന് തോന്നിയിരുന്നു. അങ്ങനെ ഓരോ പേജും ആ അർത്ഥത്തിൽ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം കൂടി. ഡെയിലി ഒരു ജുസ് സുബഹിന് ശേഷം വിരൽ വെച്ച് നോക്കി ഓടുക എന്ന ഒരു സ്വഭാവം കുറെ കാലമായിട്ട് ഞാൻ പുലർത്തിപ്പോരുന്നതാ. ഒന്നുമല്ല ഒരു ഇബാദത്ത് എന്നുള്ള രൂപത്തിലും പിന്നെ ആഴത്തിലുള്ളൊരു പഠനം എന്ന രൂപത്തിലൊക്കെയാണ് ഇത് ചെയ്യാം. അപ്പൊ ഇത് വായിച്ചതോ അന്ന് മുതൽ പിന്നീട് ഞാൻ ആ അർത്ഥത്തിലൊരു പരിശോധന കൂടി നിർവഹിക്കുകയാണ്.
ഓതിപ്പോകുന്ന ഓരോ പേജിലും തൗഹീദ് എവിടെയൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തും. അപ്പൊ ആ കാഴ്ചപ്പാട്, ആ പറഞ്ഞ അപഗ്രഥനം വളരെ ശരിയാണ്. തൗഹീദ് ഇല്ലാത്തൊരു പേജ് ഖുർആനിലില്ല. 604 പേജാണ് നമ്മുടെ കയ്യിലുള്ള ഖുർആനിൽ ഉണ്ടാവുക. ആ 604 പേജിലും തൗഹീദ് പറയുക എന്നത് ആ വിഷയത്തിന്റെ മർമ്മം, ആ വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രമാണ് എന്നതാണ് ബോധ്യപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഅജ്ലിൻ സമീൻ ഫഖറബഹു ഇലൈഹിം ഖാല അലാ തഅകുലൂൻ. അവിടെത്തിയത് ഫഔജസ മിൻഹും ഖൈഫ. അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയമായി. ഖാലു, അവരപ്പോഴാണ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത്. ലാ തഖഫ്, അങ്ങ് ഭയപ്പെടേണ്ടതില്ല ഇബ്രാഹിം അല്ലേ. വബശ്ശറൂഹു ബിഗുലാമിൻ അലീം. ലാ തഖഫ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതിപ്പോ നമ്മൾ പറയില്ല. ലാ തഖഫ്, ഭയപ്പെടേണ്ടതില്ല. എന്നിട്ട് അവർ വബശ്ശറൂഹു, അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. ബിഗുലാമിൻ അലീം, വളരെ പണ്ഡിതനായ വിജ്ഞാനിയായ ഒരു മകനുണ്ടാകും എന്ന്. അയ്യോ, ഇസ്ഹാഖ് നബിയാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. ഇബ്രാഹിം നബിക്ക് ഇതുപോലെ സന്തോഷം, ഇസ്മായിൽ നബിയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത പറയുമ്പോൾ വബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം എന്നാ പറഞ്ഞത്. അയനിന് പകരം ഹ ആണ് കൊടുത്തത്. ക്ഷമാശീലനായ, തന്റേടിയായ, വിവേകിയായ ഒരു മകനുണ്ടാകും. ഇസ്ഹാഖ് നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തൻ്റെ ഇടമില്ല, ക്ഷമയില്ല, വിവേകമില്ല എന്നല്ല, അദ്ദേഹം അങ്ങേയറ്റം വിജ്ഞാനിയായിരിക്കും എന്നാ പറഞ്ഞു. ഇവിടെ നിന്നാണ് പിന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആദ്യത്തെ ബലിയറുക്കപ്പെടാൻ പിന്നെ കടന്നു കൊടുക്കേണ്ടി വന്നത് ഇസ്മായിലാണ് എന്ന് കണ്ടെത്തിയത്. വബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം എന്നാണ് അദ്ദേഹത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത്. ക്ഷമാശീലനായ ഒരു മകൻ. അതാണല്ലോ പറഞ്ഞത്, ജാബത്തി ഫാൽമാത്ത് ഉമർ സത്യജിദ്നി ഇൻഷാ അല്ലാഹു മീന സ്വാബിൻ. മാപ്പങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളി, ഞാൻ ക്ഷമയോടുകൂടി അതിനെല്ലാം വിധേയനാവാം. ഇത് ഇസ്മായിൽ നബിയാണ് എന്നും ഈ ദാരിയാത്തിലെ ഗുലാമിൻ അലീം എന്നത് ഈ ഇസ്ഹാഖ് നബിയാണ് എന്നതും അഹ്ലുസ് സുന്നത്ത് പിടിച്ചെടുക്കുന്ന പല തെളിവുകളിൽ ഒന്ന് ഈ പ്രയോഗമാണ്. മറ്റൊന്ന് ഇവിടെ പറയാനുള്ളത്, അറിയാത്ത ആളുകളാണ് വരുന്നത് എങ്കിലും അവര് ഇബ്രാഹിം നബിയുടെ വീട്ടിൽ കയറി വന്നപ്പോൾ ആദ്യം പറഞ്ഞതെന്താ? സലാം അല്ലെ. ഇദ്ദഖലു അലൈഹി ഫഖാലു സലാം. അതൊരു വല്ലാത്ത മെസ്സേജ് അല്ലേ അല്ലേ? മുസ്ലിം സമുദായത്തിന്റെ ടൈറ്റിൽ എന്താ? ടൈറ്റിൽ സോങ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഐഡന്റിറ്റി, ഇദാ ലഖീതും ഫസല്ലിം അലൈഹി അല്ലേ. ഇദാ ലഖീതഹു ഫസല്ലിം. അപ്പോ സലാം പറയുക എന്നത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. ഹക്കുൽ മുസ്ലിം ആലൽ മുസ്ലിമി സിത്ത് സിദ് ഹംസ സബഅ എന്നിങ്ങനെ 3 റിപ്പോർട്ടുകൾ, 4 റിപ്പോർട്ടുകൾ കാണാം. മുസ്ലിമീങ്ങൾ പരസ്പരം 5 കടമകളുണ്ട്, 6 എണ്ണമുണ്ട്, 7 എണ്ണമുണ്ട്, 9 എണ്ണമുണ്ട് എന്നിങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ. ഏത് റിപ്പോർട്ടാണെങ്കിലും അതിലൊക്കെ ആദ്യം പറയണത് ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, പരസ്പരം കണ്ടാൽ സലാം പറയണം. മറ്റൊരിടക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തദ്ഖുലൂൽ ജന്നത ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. ലാ തദ്ഖുലൂൽ ജന്നത ഹത്താ തുഅ്മിനൂ വലാ തുഅ്മിനൂ ഹത്താ തഹാബു, നിങ്ങൾ മുഅ്മിനുകളായിട്ടല്ലാതെ, യഥാർത്ഥ മുഅ്മിനുകളായിട്ടല്ലാതെ സ്വർഗത്തിൽ പോകൂല. പരസ്പരം സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങളുടെ യഥാർത്ഥ മുഅ്മിനോടാവുകയുമില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവല അദുല്ലുക്കും ബിശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബതും, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാവാനുള്ള ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞത് അഫ്സുസ്സലാം, കാണുന്നവരോടൊക്കെ സലാം പറഞ്ഞോളി, കാണുന്നവരോടൊക്കെ സലാം പറഞ്ഞോളി. ഉമ്മ വാപ്പാനോട്, വാപ്പ ഉമ്മാനോട്, ഭാര്യ ഭർത്താവിനോട്, തിരിച്ച് ആങ്ങള പെങ്ങന്മാർ തമ്മിൽ, മക്കളും മാതാപിതാക്കളും, പേരക്കുട്ടികളും വല്യാപ്പ വല്യപ്പന്മാരും
സഹോദരി സഹോദരന്മാര്, അയൽപ്പക്കക്കാര്, കൂട്ടുകുടുംബങ്ങൾ, അങ്ങാടിയിൽ, പള്ളിയിൽ, എവിടെ ആരെ കണ്ടാലും മുസൽമാനാണ് എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ സലാം പറയുക. ഒരു സദസ്സില് മുഅ്മിനീങ്ങളല്ലാത്തവരുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, എന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എല്ലാവരോടും പറയാം. എല്ലാവരോടും. ഒരു സദസ്സില് ഒരു 4-5 ആളുണ്ട്, അതിൽ മിസ്കാത്തി ഉണ്ട്, മിസ്കാത്തി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഖിയാമത്തിന്റെ അടയാളമാണ്. എല്ലാവർക്കും ഒന്നായിട്ട് സലാം പറയാം. തഈനു സ്വലാത്തു സലാമി മിൻ അലാമത്തി സാഅന. ഒരാൾക്കൂട്ടത്തിനിടയിൽ ഒരാളെ പേര് വിളിച്ചിട്ട് സലാം പറയുക എന്നത് നമ്മളുടെ ഒരു സ്വഭാവമാണ് അല്ലേ? ഒരാൾക്കൂട്ടത്തിൽ ഒരാളെ വിളിച്ചിട്ട് ഇബ്നു റളിയല്ലാഹു അൻഹു പേരിൽ നിന്ന് റിപ്പോർട്ട് കാണാം. ചങ്ങാടിയിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഇടയിലേക്ക് ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും ഇബ്നു ഉമർ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൻത മിൻ അലാമത്തി സാഅ. വലൈക്കും അസ്സലാം എന്നല്ല പറഞ്ഞു. അല്ലാഹുവേ ശരണം, ഈ ഖിയാമത്തിന്റെ അടയാളമാണ്. വമാനാക യാ ഇബ്നു ഉമർ, എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? സലാം പറഞ്ഞത് ഇത്രവലിയ കുഴപ്പമായോ? അതൊക്കെയല്ലേ ഇപ്പൊ നമ്മൾ ചോദിക്കാം. അപ്പോഴാ അദ്ദേഹം പറഞ്ഞു, ഫൈനി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ബിഉദ്നായ, റസൂല് പറയണ ഞാൻ എൻ്റെ ചെവിയോടുകൊണ്ട് കേട്ടതാണ്. തഈനു സ്വലാത്തി മിൻ അലാമത്തി സാഅ. അപ്പൊ അത് പറയാൻ പാടില്ല. അപ്പൊ അസ്സലാമു അലൈക്കും, ഉമ്മ അസ്സലാമു അലൈക്കും, അതാണ് മുട്ടാടി. അസ്സലാമു അലൈക്കും. ഏറ്റവും നല്ല ഇസ്ലാം ഏതാന്ന് ചോദിച്ചപ്പോ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ 3ാമത്തെ കാര്യം എന്താ അറിയോ? അറിയുന്നവരോടും അറിയാത്തവരോടൊക്കെ പറഞ്ഞല്ലേ. അറിയുന്നവരോടും അറിയാത്തവരോടൊക്കെ പറഞ്ഞല്ലേ അല്ലേ? വൈദാ ദഖൽതുമൂഹു ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തൻ ത്വയ്യിബ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ളത് നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകളാണ്, സലാം പറയുവീൻ. അത് അള്ളാഹുവിൽ നിന്നുള്ള വിശുദ്ധവും അനുഗ്രഹീതവുമായ ഒരഭിവാദനമാകുന്നു. കരി കയറുമ്പോൾ സലാം പറയില്ല. നാട്ടിൽ കൂടെ ഒക്കെ സലാം പറഞ്ഞെടുക്കും. പെരക്കാർക്ക് സമാധാനം ഉണ്ടാകണമെന്ന് ചോദിച്ചിട്ടാണോ ഈ സമുദായം? ഞാൻ പോലിക്ക് അങ്ങനെ സമാധാനിപ്പിക്കണ ഇല്ല, വിചാരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. പെരീക്കാർ ഉമ്മാനോട് ഉപ്പാനോട് അല്ലെങ്കിൽ മക്കളോട് സലാം പറയുന്ന മാനക്കേടാ, ഒരു കുറവാന്ന് വെച്ചിട്ടാ. ഉസ്താദിനോട് മിസ്കാത്തിനോട് പറഞ്ഞില്ലെങ്കിൽ മൂപ്പര് മിമ്പറമ്മ കയറി പറയുന്ന വിചാരിച്ചിട്ടുമാണ്. അതല്ലല്ലോ, നിങ്ങളല്ല ഞാനീ പറഞ്ഞിട്ടോ. അതല്ലല്ലോ, നമ്മളുടെ നിലപാട് മാറേണ്ടതുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളോട് സലാം പറഞ്ഞാൽ മടക്കുവീൻ. എങ്ങനെ മടക്കണം? ബി അഹ്സന മിൻഹാ റുദ്ദുഹാന, പറഞ്ഞതിനേക്കാൾ നല്ല രൂപത്തിൽ തിരിച്ചു കൊടുക്കുവീൻ. അത്രയെങ്കിലും തിരിച്ചു കൊടുക്കുവീൻ. അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം എന്നെങ്കിലും പറയും. വലൈക്കുസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു ഞങ്ങൾ പറയേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സില്ലെങ്കിലും വലൈക്കുസ്സലാം എന്നെങ്കിലും പറഞ്ഞാൽ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10 കൂലി കിട്ടും. റഹ്മത്തുള്ളാഹി കൂടി പറഞ്ഞാൽ 20 കൂലിയായി. വബറകാതുഹു കൂടി എന്ന് പറഞ്ഞാൽ 30 കൂലിയായി എന്നാ പറയും. തിരിച്ചിങ്ങോട്ട് ആദ്യം ഇങ്ങോട്ട് കിട്ടിയത് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്നാണെങ്കിൽ വലൈക്കുസ്സലാം എന്ന് പറഞ്ഞാൽ നിർത്താൻ പാടില്ല. തിരിച്ച് അതേപോലെ തന്നെ കൊടുക്കണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. അവസാനത്തിൽ പറയാനുള്ളത് വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കും അസ്സലാമ ലസ്ത മുഅ്മിന തബ്തഗൂന അർദൽ ഹയാത്തദ് ദുനിയ. നിങ്ങളോട് സലാം പറയുന്ന ആൾക്കാരെ ഓ മുസ്ലിം അല്ല എന്ന് പറയേണ്ടതാണ്. നിങ്ങളോട് സലാം പറയുന്ന മുസ്ലിങ്ങളായ ആൾക്കാർ ഓന് തൗഹീദില്ല, അതുകൊണ്ട് ഓ മുസ്ലിം അല്ല, മൂമിനല്ല, ഓന്റെ സലാം അടക്കാൻ പാടില്ല നിങ്ങൾ പറയണ്ട. ഓ തൗഹീദും പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ പ്രവാചകവും അംഗീകരിക്കുന്നവരാണെങ്കിൽ അവരൊക്കെ മുസ്ലിങ്ങളെ സലാം പറഞ്ഞാൽ മടക്കണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാ സൂറത്തുൻ നിസായിൽ. വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിനൻ. അപ്പൊ അതൊക്കെ ആലോചിച്ച് നോക്കണം. പിന്നെ അവരെ മനസ്സെന്താണ് ബാക്കിയുള്ളതൊക്കെ തീരുമാനിക്കാൻ നമുക്ക് തൽക്കാലം അധികാരം തന്നില്ല. അതിന് അധികാരപ്പെട്ട ആള് അവിടെ കാത്തിരിക്കുന്നത് അവിടെ ചോദിച്ചോളും. നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇതിന് നമ്മൾ ഉൾക്കൊള്ളേണ്ട സംഗതിയാണ്. അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതാ വരുന്നു, ഭർത്താവിന്റെ വക ഇറച്ചി വെച്ചിട്ട് പിന്നെ മൂരിക്കുട്ടിയിൽ അറുത്തിട്ട് കൂട്ടാൻ വെച്ച് മുഴുകി കൊടുത്ത് അത് പോരായിട്ട് ഭാര്യ ഇടവന്നു അക്ബലത്ത് ഇമ്രാഹത്തുഹൂഫി സൊറത്തിൻ, ഭാര്യ ഒരു തളികയിൽ വേറെ കുറെ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് ഭാര്യ വരുന്നു. പിന്നെ നമ്മൾ പോകുന്നത് എവിടുക്കാണ്? അതിഥി സൽക്കാരം എന്നത് ഇസ്ലാം എത്രമാത്രം
പ്രധാനപ്പെട്ടതായിട്ടാണ് കാണുന്നത്. നല്ലൊരു മുരിക്കുട്ടി ഇവിടെ അറുത്ത് കിടക്കാണ് അല്ലേ? അത് ഭർത്താവിന്റെ സ്നേഹത്തിന്റെ ഊഷ്മളമായ സ്നേഹത്തിന്റെ പ്രകടനമാണ്. അത് പോരട്ടോ, നമുക്കൊരു ഒരു മിഠായി കൂടി കൊടുക്കുക, 2 ഫ്രൂട്ടും കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞത് വക്കുപോലെ തിമ്രാത്തൂഫി സ്വർറത്തിൻ, ഒരു പാത്രവുമായി ഒരു തളികയുമായി അവര് വരുന്നു. അവരിങ്ങോട്ട് വരുമ്പോഴാണ് മറ്റവർ ഇത് പറയുന്നത്, വസ്സറൂഹി ഗുലാമിൻ അലീം, നിങ്ങൾക്ക് നല്ല വിവരവും വിദ്യാഭ്യാസവും വിജ്ഞാനമുള്ള ഒരു മോനുണ്ടാവും. അത് കേട്ടപ്പോ അവരിങ്ങനെ പസക്കത്ത് വരിക ആവു ആവൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കവിളത്ത് ഇങ്ങനെ ഒരു കൊട്ടുകൊട്ടി സ്വന്തം കവിളത്ത്. എന്നിട്ട് അവര് പറഞ്ഞ് അജൂസുൻ, വല്യമ്മയ്ക്കണം ഞാന്, അക്കയും ഇത്ര കാലവും മക്കളുണ്ടായിട്ടില്ല, വന്ധ്യയാണ്, എന്നിട്ട് ഇപ്പൊ എനിക്കാ പെങ്ങള് മക്കളുണ്ടാക്കും എന്ന് പറയണത്. മോമിനികൾ ഇത് വേറൊരു മേഖലയാണ്. ഇത് പറയാണെച്ചാൽ നേരത്തെ തൗഹീദിനോട് ചേർത്ത് ഒരുപാട് പറയാനുണ്ട് അല്ലേ? എനിക്ക് മക്കളുണ്ടാവൂല, ഞാൻ ഈ വല്യമ്മ തള്ളയിക്കണോ, എന്നിട്ട് പെങ്ങളെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കളുണ്ടാവെന്ന് പറഞ്ഞിട്ട് സന്തോഷിപ്പിക്കല്ലേ. അപ്പൊ അവര് പറഞ്ഞെന്താ പറയുക, കാലൂ കെദാലിക്ക്, മലക്കുകൾ പറഞ്ഞു കദാലിക്ക്, സംഗതി പറഞ്ഞത് രണ്ടും ശരിയാ. ഏത്? നിങ്ങൾ വല്യമ്മായിക്കൂടും, നിങ്ങൾ വന്ധ്യയുമാണ്, പക്ഷേ പൊന്നാര ഉമ്മ കാല റബ്ബുക്കി, പറഞ്ഞത് റബ്ബാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞത് റബ്ബാണ്. എന്തൊരു പ്രഖ്യാപനാണ് നോക്കാൻ നിങ്ങൾ. നമ്മൾ ഈമാൻ എത്രമാത്രം ഉയർന്നതാവണം. സംഗതി ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ ഇത് ഞാൻ പറഞ്ഞതല്ല, റബ്ബാണ് പറഞ്ഞത്. ഇന്നഹു ഹുവൽ അലീം ഹക്കീം, എന്ത് വേണം, ആർക്ക് വേണം, എപ്പ വേണം എന്ന് കൃത്യമായി യുക്തിഭദ്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്നവനാണ് റബ്ബ്. അൽ അലീം, സൂക്ഷ്മമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവും റബ്ബിനുണ്ട്. ആ റബ്ബ പറഞ്ഞത് ബേജാറാവണ്ടെന്നല്ല ഇതിൻ്റെ അർത്ഥം, അത് സംഭവിക്കുന്നില്ല അതിൻ്റെ അർത്ഥം അല്ലേ? എന്നിട്ടത് സംഭവിച്ചില്ലേ? സക്കരിയ നബിയെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞറിയോ? അവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പഠിച്ചോനെ, ഞാൻ ഈ കോലത്തിലായി, എൻ്റെ ഭർത്താവിന്റെ എല്ലൊക്കെ നുരുമ്പിപ്പോയി, നിൽക്കാൻ തന്നെ മൂപ്പർക്ക് വയ്യാറായി. റബ്ബിന്നി വഹനൽ മിന്നി തലയൊക്കെ നിറച്ച് കുമ്പളങ്ങായി പോയി, എല്ലൊക്കെ നുരുമ്പിപ്പോയി, തൊലിയൊക്കെ ചുളിഞ്ഞു പോയി, ഇനി എവിടുന്നാ മക്കളുണ്ടാവണ് എന്ന് ചോദിച്ചപ്പോൾ റബ്ബ് പറഞ്ഞത് കാലുവ കാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു അസ്ലഹനാ ലഹു സൗജഹു, സക്കരിയ നബിയുടെ ഭാര്യയും വന്ധ്യയായിരുന്നു. ആ വന്ധ്യത IVF ഒന്നും ഇല്ലാത്ത കാലാണ്. ആ വന്ധ്യത അള്ളാഹു നീക്കി കൊടുത്തു എന്നാ. പ്രിയപ്പെട്ടവരെ, മക്കളുണ്ടാവാൻ എവിടെ പോകണം, എവിടെ ശരണം പ്രാപിക്കണം, എവിടെ അഭയം തേടണം, ആരോട് ചോദിക്കണം അല്ലേ? ഇവിടെ സ്പെഷ്യലൈസ്ഡ് ജാറങ്ങൾ ഔലിയാപ്പാപ്പന്മാരല്ലേ? രോഗം മാറ്റാൻ ഒരാള്, പൊണ്ണ് മാറ്റാൻ വേറൊരാള്, കുട്ടികളുണ്ടാകാൻ വേറൊരാള്, ജോലി വാങ്ങിക്കൊടുക്കാൻ വേറൊരാള്, ആണ്ട് പോവില്ലേ നമ്മള് അല്ലേ? നീക്ക് പറയാനുള്ളത് അറിയോ? ഇത്ര അത്ഭുതകരമായ സംഗതികൾ പോലും കാല റബ്ബുക്കി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നടത്തിക്കൊടുത്തിട്ടുണ്ട്. ആ റബ്ബാണ് പറഞ്ഞത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം അല്ലേ? അപ്പൊ റബ്ബ് അത് നടത്തൂലേ? പോട്ടെ, എന്നെ അല്ലാതെ പ്രാർത്ഥിക്കുന്നവർക്ക് നരകമാണ് സങ്കേതമുണ്ടാവുക എന്ന് പറഞ്ഞത് ഈ റബ്ബ് തന്നെയാണ്. ശിർക്ക് ഞാൻ പൊറുക്കൂലട്ടോ എന്ന് പറഞ്ഞത് ഈ റബ്ബ് തന്നെയാണ്. അപ്പൊ ഇതൊരു വലിയ മെസ്സേജാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എപ്പോഴും മായുബദ്ദലുൽ ഖൗലു ലദയ്യ, ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഞാനത് മാറ്റൂല എന്ന് റബ്ബ് പറഞ്ഞു അല്ലേ? എന്നിട്ട് ഇതിന് വേറെ സൂറത്തിൽ ഇബ്രാഹിം നബി മറുപടി പറയണത് അറിയോ? പടച്ചോനെ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ ആ നിരാശ പ്രകടിപ്പിക്കേ. അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ നിരാശ പ്രകടിപ്പിക്കുന്നത് പിഴച്ച ആൾക്കാരല്ലാതെ വേറെ ആരാണ്? പിഴച്ച ആൾക്കാരല്ലാതെ വേറെ ആരാണ്? എന്താണ് കാര്യം? എന്താണ് ആ കാര്യം? അതല്ല കാര്യം.
റബ്ബിൽ നിങ്ങൾ തവക്കുലാക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ കാര്യം നടത്തി തരാൻ റബ്ബും മതിയായവനാണ്. അല്ലേ? അത് മാറ്റുമോ? ഇല്ല. ഇത് ഒരുപാട് മേഖലയിലേക്ക് പോകുന്ന സംഗതിയാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടൊന്ന് പഠിച്ചു വെക്കുക. സംഗതി നമ്മളുടെ പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളെ ഖുത്ബയുടെ വിഷയം പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു കാര്യം അവതരിപ്പിക്കുക എന്നത് രസകരമായ ഒരു സമയം പോക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ കണ്ണീരൊലിപ്പിക്കാൻ വേണ്ടിയോ അല്ല. പിന്നെയോ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തൻ ലിഉലിൽ അൽബാബ് എന്ന സൂറത്ത് യൂസുഫിന്റെ 111-ാമത്തെ ആയത്ത് തുടങ്ങുക. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തൻ ലിഉലിൽ അൽബാബ്. ഖുർആനിന്റെ കഥകളിൽ ബുദ്ധിമാന്മാർക്ക് ഗുണപാഠങ്ങൾ ഉണ്ടാകും. ബുദ്ധിമാന്മാർക്ക് ഗുണപാഠങ്ങൾ ഉണ്ടാകും. ആ ഗുണപാഠം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മളിൽ തഖ്വ വളർന്നുകൊണ്ടേയിരിക്കുക. ആ ഗുണപാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സംസാരിക്കുന്നവന്റെ വൈഭവത്തിനനുസരിച്ച് നമ്മൾക്കൊരു തരിപ്പുണ്ടാകും, ഒരു ആവേശം ഉണ്ടാകും, ഒരു സങ്കടം ഉണ്ടാകും എന്നല്ലാതെ അതിന് നിലനിൽപ്പുണ്ടാവുകയില്ല. അപ്പൊ നമ്മൾ ഖുർആൻ പഠിക്കേണ്ടത് ഈ ഗുണപാഠ മനസ്ഥിതിയോടുകൂടിയാണ്. എന്താണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളത് എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇത് ഇന്നോനെ പറ്റിയാണ്, ഇന്നവളെ പറ്റിയാണ്, എന്റെ പെണ്ണുങ്ങൾക്ക് ഇത് സൂട്ടബിൾ ആണ്, ഓക്കുന്നത് കേൾപ്പിച്ചു കൊടുക്കണം, മൂപ്പരതൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം, മക്കളിൽ ഓർത്ത് ഇതൊന്ന് വെക്കണം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്കിതിൽ നിന്ന് എന്ത് കിട്ടി എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്നിടത്ത് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മളിൽ ഈമാൻ ഉണ്ടാകും, നമ്മളിൽ തഖ്വയുണ്ടാകും, നമ്മളിൽ തൗഹീദുണ്ടാകും, നമ്മളിൽ ഇഹ്സാൻ ഉണ്ടാകും, നമ്മളിൽ ഇഖ്ലാസ് ഉണ്ടാകും. ഇബാദത്തുകളോട് നമുക്ക് താല്പര്യം കൂടും, നമുക്ക് അമൽ സാലിഹാത്തുകളോട് പ്രിയം വർദ്ധിക്കും, നമ്മുടെ സ്വഭാവങ്ങളും പെരുമാറ്റ മര്യാദകളും എല്ലാം നന്നായി തുടങ്ങും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനിഹി എന്നാണ്. തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാളുടെ ഇസ്ലാം നന്നായി തുടങ്ങുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഇസ്ലാം നന്നായി തുടങ്ങും എന്നർത്ഥം. ആ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള നമ്മുടെ അളവുകോലാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.